ഹായ് മഗൾസ്. അങ്ങനെ നാളെ മിസ്സേ നമ്മളെ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ എക്സാം. അതിൽ നമ്മളെ സബ്ജക്ട് ഫിസിക്സ്. നമുക്ക് ആകെ പഠിക്കാനുള്ളത് 1ാം പാഠം, 2ാം പാഠം, 3ാം പാഠം, 4ാം പാഠം, 5ാമത്തെ പാഠം. 5ാമത്തെ പാഠത്തിൽ ഏത് വരേണ്ടതോ കളി ചോദിക്കാറുണ്ടായിരുന്നു. മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ കാന്തിക പ്രേരണ വഴി. സോ നമുക്ക് ഓരോ പാഠത്തിലും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് പറയല്ലേ. സോ നമുക്ക് ആദ്യം 5ാമത്തെ പാഠം തുടങ്ങാം. 5ാമത്തെ പാഠം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ 11ാമത്തെ ചാപ്റ്റർ ആയിരിക്കും. പാഠത്തിന്റെ പേരാണ് മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രിസിറ്റി. ഇതിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കേണ്ട ഭാഗങ്ങൾ ഇതുണ്ട്. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾ എന്തായാലും ചോദ്യം ഈ ഭാഗത്ത് നിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതിൽ 1ാമത്തെ ടോപ്പിക്കാണ് ഡ്രോയിങ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. കാന്തിക ബലരേഖകൾ അല്ലെങ്കിൽ കാന്തിക മണ്ഡല രേഖകൾ വരയ്ക്കാൻ വേണ്ടി പറയും. ആ ഒരു ചിത്രമല്ല പൂമ്പാറിന്റെ ചിത്രങ്ങളൊക്കെ. സോ അതൊക്കെ വരയ്ക്കാൻ വേണ്ടി പറയും. ഇതിൽ ഏതെങ്കിലും ഒന്നും അറിയാത്തവരുണ്ടെങ്കിൽ പേടിക്കേ വേണ്ട. ഇന്ന് രാത്രി 7 മണിക്കുള്ള എജുപോഡിന്റെ കിഡിലൻ ലൈവിൽ നമ്മളിതെല്ലാം നിങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കും. സോ ഗൈസ്, ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ നിങ്ങളൊന്ന് പഠിച്ചു വരണം. രണ്ടാമതൊന്ന് മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. അത് ഉപയോഗപ്പെടുന്ന 2 സന്ദർഭങ്ങളുടെ പേരും ചോദിക്കും. ആ മാഗ്നറ്റിന്റെ ഉപയോഗങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ അടുത്തത് ഭൂമി ഒരു കാന്തം, എർത്ത് ആസ് എ മാഗ്നറ്റ്. ഭൂമി ഒരു കാന്താണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഭൂമിന്റെ കാന്തത്തിന്റെ നോർത്ത് ഏതാ, കാന്തത്തിന്റെ സൗത്ത് ഏതാ എന്നുള്ളതും കൂടി ഒന്ന് പഠിച്ചു വെച്ചാൽ വളരെ സിമ്പിൾ. പിന്നെ അവസാനമായിട്ട് ഇവിടെ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റിലുള്ള കൃത്രിമ കാന്തങ്ങൾ, അതിൻ്റെ ആ 2 ടൈപ്പ് കാന്തങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് അൽനിക്കോ കാന്തങ്ങളും സെറാമിക് മാഗ്നറ്റ്സും. സോ അത് രണ്ടും ഒന്ന് എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയതും കൂടി പഠിച്ചു വെച്ചാൽ ആ പാഠം ഏറെക്കുറെ സെറ്റ്. ഇതാണ് ആ പാഠത്തിലെ ബേസിക് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ചാൻസ് ഉള്ള അല്ലെങ്കിൽ പഠിക്കേണ്ട ഭാഗങ്ങൾ. ഇത് പഠിക്കാണ്ട് നാളെ എക്സാമിന് പോകരുത്. ഇത് എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? സോ ഇതാണ് മിസ്സേ നമ്മൾ 5ാമത്തെ പാഠത്തിലെ അവസ്ഥ. ഇനി നമുക്ക് നേരെ ഏത് പാഠത്തിലേക്ക് കിടക്കാം? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അഥവാ നമ്മളുടെ സ്ഥിത വൈദ്യുതി. ഈ ചാപ്റ്റർ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അത്യാവശ്യം അധികം ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇതിൽ മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് 1ാമത്തേത് ചാർജ് എക്സ്ചേഞ്ച്, ചാർജ് കൈമാറ്റം. ഏത് നമ്മൾ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു, ആർക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു, ആർക്ക് കിട്ടുന്നു, അപ്പോൾ ഇയാളുടെ ചാർജ് ഏത് എന്നുള്ള ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോസ്കോപ്പും കപ്പാസിറ്ററും. ആ ഇലക്ട്രോസ്കോപ്പിൻ്റെ ഫിഗറൊക്കെ ഉണ്ട്. ചിലപ്പോൾ അതിൽ മാഗ്നറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ടും ലേബിൾ ചെയ്യാൻ ചോദിച്ചേക്കാം. അല്ലെങ്കിൽ ഒരു ചാർജ് ഏത് ചാർജാണ് അവിടെ വരിക എന്നൊക്കെ ചോദിച്ചേക്കാം. ഇനിയുള്ളത് ചാർജിങ് ബൈ കണ്ടക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ. നമ്മുടെ പ്രേരണ വഴിയുള്ള ചാർജിങ്ങും സമ്പർക്കം വഴിയുള്ള ചാർജിങ്ങും. ഇതിൽ മെയിനായിട്ട് ചോദിക്കൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ചാർജ് അല്ലെങ്കിൽ പ്രേരണം വഴി വരുന്ന ഒരാൾ, അയാൾക്ക് ഏത് ചാർജ് കിട്ടും, ഇയാളുടെ ചാർജ് എത്ര ആയിരിക്കും, ആ രീതിയിൽ അവിടെ നിന്ന് ചോദ്യം ചോദിക്കും. പിന്നെ അതേപോലെ എർത്തിങ് ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നത്, അതായത് ഇലക്ട്രോൺ എങ്ങോട്ട് പോകുന്നു അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകുന്നു എന്നുള്ള സാധനങ്ങളൊക്കെ അവിടെ ചോദിക്കും. പക്ഷെ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് രാത്രിത്തെ ലൈവിൽ നമ്മൾ ക്ലിയർ ആയിട്ട് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും. മാത്രമല്ല ഇതിന്റെ ഒക്കെ യൂട്യൂബ് വീഡിയോസും കൂടി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഈ പ്രഡിക്ഷൻ വീഡിയോ നിങ്ങൾ കാണുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ എജുപോഡിന്റെ ചാനലിലിട്ട യൂട്യൂബ് വീഡിയോസും ഷോർട്സും ഒന്ന് കണ്ടുനോക്കുക. ഇതിൽ മിക്ക ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഫൈനൽ അവസാനത്തെ കിഡിലൻ ലൈവ് ആയിരിക്കും നമ്മളെ രാത്രിയുള്ള ലൈവ്. സോ വീഡിയോസ് ഒന്നും കാണാൻ മറക്കരുതേ. നമ്മൾ ഈ നേരെ 3ാമത്തെ പാഠത്തിലേക്ക് കിടക്കാം. മർദ്ദത്തിന്റെ അകത്ത് കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. ഒന്ന് P = F/A എന്നുള്ള ഇക്വേഷൻ. ആ ഇക്വേഷൻ്റെ അകത്തുനിന്ന് ചിലപ്പോൾ P കാണാൻ, ചിലപ്പോൾ F കാണാൻ, ചിലപ്പോൾ A കാണാൻ, അങ്ങനെ ഒരു ന്യൂമറിക്കൽ വരാം. പിന്നെ നമ്മളുടെ P പ്രൊപ്പോർഷണൽ ടു 1/A, അതായത് പ്രഷറും ഏരിയ പരപ്പളവും വിപരീത അനുപാതത്തിലാവുമ്പോൾ, ഇപ്പം അതധികം കേസായിട്ടാണ് വരിക. അപ്പോൾ ഒരു കേസ് നിങ്ങൾക്ക് തരും, കത്തി എന്തുകൊണ്ട് മൂർച്ച കൂട്ടുന്നു, അല്ലെങ്കിൽ അവിടെ താഴെ നമ്മൾ ഏരിയ എന്തുകൊണ്ട് കുറയ്ക്കുന്നു, പ്രഷർ കൂട്ടാൻ, ആ രീതിയിലുള്ള ചോദ്യം. അതേപോലെ തന്നെയാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രഷർ. ഇപ്പം നമ്മളുടെ ലിക്വിഡ് പ്രഷറും അതേപോലെ ഗ്യാസ് പ്രഷറും, ദ്രാവകമർദ്ദവും വാതകമർദ്ദവും അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളൊക്കെ ഉണ്ട്. ഏത് നമ്മുടെ ഡെൻസിറ്റി, ആഴം, അതൊക്കെ വെച്ചിട്ട് അധികം കേസ് സ്റ്റഡിയാണ് ചോദിക്കുക. ഫിഗറൊക്കെ തരും നിങ്ങൾക്ക്, കുമിളൻ്റെ ഫിഗർ, എന്നിട്ട് അതിൽ എന്തുകൊണ്ട് താഴെ വലിപ്പം കുറവ്, മുകളിൽ വലിപ്പം കൂടുതൽ, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം കേട്ടോ. ആ ചിത്രങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ന് രാത്രിയുള്ള ലൈവിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്ലസ് യൂട്യൂബ് വീഡിയോസ് എന്തായാലും വന്ന് കാണണം. ഇനി അടുത്താണ് നമ്മളെ 2ാമത്തെ പാഠം, മോഷൻ ആൻഡ് ഫോഴ്സ്. ഓണം എക്സാമിൻ്റെ പാഠമാണ്. അപ്പോൾ അതിന് വരില്ല നിങ്ങൾ വിചാരിക്കുകയും ചെയ്യരുത്. കഴിഞ്ഞ എക്സാമുകളിലൊക്കെ ഓണം എക്സാമിൻ്റെ പോർഷൻ എന്ത് വന്നിട്ടുണ്ട്, ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2ാമത്തെ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഒന്ന് ഫ്രിക്ഷനാണ്, ഘർഷണ ബലം. ആ ഫ്രിക്ഷൻ കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ, ആ ഉരുളൽ ഘർഷണം, നിരങ്ങൽ ഘർഷണം, റോളിംഗ് ഫ്രിക്ഷൻ, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, അതും കൂടി ഒന്ന് നോക്കി പോകണം. പിന്നെ ഒന്നാണ് അടുത്തത് സ്പീഡ് കാണാനുള്ള പ്രോബ്ലം. സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം. അതിൽ ചിലപ്പോൾ സ്പീഡ് ആവില്ല ചോദിക്കുക. സ്പീഡ് ചിലപ്പം തരും, എന്നിട്ട് ഞങ്ങളോട് ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ ദൂരം അല്ലെങ്കിൽ സമയം കാണാൻ വേണ്ടി പറയും, അങ്ങനെ എന്തെങ്കിലും ചോദിക്കും. പിന്നെ ഒന്നാണ് റഫറൻസ് ഒബ്ജക്റ്റ്, അവലംബക വസ്തു. ഇവിടെ ചിലപ്പം ചോദിക്കും, ഒരു ജയന്റ് വീലിൽ ഒരാൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, 2 കുട്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾ റെസ്റ്റിലാണോ മോഷനിലാണോ, ഗ്രൗണ്ടിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നിശ്ചലാവസ്ഥയിലാണോ ചലനാവസ്ഥയിലാണോ, ആ ടൈപ്പ് ചോദ്യങ്ങളാണ് ഈ 2ാമത്തെ പാഠത്തിന് വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ അല്ലേ? സോ ഇത് എന്തായാലും പഠിക്കണം. ഇതൊക്കെ നോക്കാതെ ഒരുത്തൻ ഇന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ 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 മോശമുള്ള കാര്യമാണ്.
ഇനി നമുക്ക് ഒന്നാമത്തെ പാഠം നടക്കാം. സിമ്പിളാണ്. നമ്മൾ എത്ര വട്ടം പഠിച്ച പാഠമാണ് മോഷൻ മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്, അളവുകളും യൂണിറ്റുകളും. ഇതിൽ നിന്ന് ആദ്യം നമുക്ക് പ്രതീക്ഷയുള്ള ഒരു ചോദ്യമാണ്. കുറച്ച് നമ്പർ തരും, നിങ്ങളോട് പറയും ഇതിനെ SI യൂണിറ്റിലേക്ക് മാറ്റുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങോട്ട് പറയും എന്താണ് 2000 അല്ലെങ്കിൽ 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അതിനെ SI യൂണിറ്റിലേക്ക് മാറ്റുക. അല്ലെങ്കിൽ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അതിനെ SI യൂണിറ്റിലേക്ക് മാറ്റുക. 200 ഗ്രാം എന്ന് പറഞ്ഞാൽ അത് SI യൂണിറ്റിലേക്ക് മാറ്റുക. അങ്ങനെ SI യൂണിറ്റിലേക്ക് മാറ്റാനുള്ളൊരു ചോദ്യം വരും. പിന്നെ മറ്റൊന്നാണ് റൂൾസ് വൈൽ റൈറ്റിംഗ് യൂണിറ്റ്. ചിലപ്പോൾ ഇങ്ങോട്ട് പറയും ഒരു മേശയുടെ നീളം 75 സെൻറ്റിമീറ്റേഴ്സ് ആണ്, ഇങ്ങോട്ട് ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ശരിയുണ്ടോ, അങ്ങനെ റൂൾസ് എഴുതുന്ന കാര്യത്തിൽ ശരിയും തെറ്റും കണ്ടെത്താൻ ന്യൂട്ടൺ ക്യാപിറ്റലിലും സ്മോൾ ലെറ്ററിലൊക്കെ തന്നിട്ട് ഇതിൽ ഏതാ ശരി എന്നൊക്കെ ചോദിക്കൂലേ, ആ ടൈപ്പ് ഒരു ചോദ്യം ഇവിടെ നിന്ന് പ്രതീക്ഷിക്കണം. മറ്റൊന്നാണ് ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ചിലപ്പോൾ കുറച്ച് ആൾക്കാർ ഇതിൽ ഏതാ കൂട്ടത്തിൽ പെടാത്തത്, ഏതാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ഏതാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി, ഏതാണ് അടിസ്ഥാന അളവ്, ഏതാണ് വിൽപ്പന അളവ്. മിസ്സേ, ഇതാണ് നമുക്ക് ഇവിടുന്ന് ഒന്നാമത്തെ പാഠം ചോദിക്കാനുള്ള ചാൻസ്. അപ്പം നമുക്ക് രണ്ടാം കൂടി പറയാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സെറ്റാക്കി തരും ഫിസിക്സ്, ഒന്നും പേടിക്കരുത്. ഇന്ന് രാത്രിയുള്ള ലൈവിൽ മിസ്സായി ഇവർ വരികയാണെങ്കിൽ തൂഫാനാക്കും. പ്ലസ് തിരിഞ്ഞു നോക്കണ്ട, ലൈഫ് ടൈം സെറ്റിൽമെന്റ് നാളത്തെ എക്സാം കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഹൈ എളുപ്പമാണല്ലോ നിങ്ങൾ പറയും. ആ രീതിയിൽ ഞങ്ങൾ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക, എന്നിട്ട് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ എജുപോണ്ട് രാത്രി ലൈവ് കാണാൻ വേണ്ടി പറയാം. പ്ലസ് നമ്മൾ യൂട്യൂബ് ചാനലിലിട്ട വീഡിയോസും ഷോർട്സും എന്തായാലും പോയിട്ടൊന്ന് കാണാം. ഓക്കെ അല്ലേ? നാളെ രാവിലെ മോർണിംഗ് ലൈവ് ഉണ്ട്, അതിലും കാണാം. സോ ഗൈസ്, ഇന്ന് രാത്രി ലൈവിൽ കാണാം. ബൈ.